കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മളിവിടെ ആരംഭിക്കുകയാണ്. ഇപ്രാവശ്യത്തെ ഈ കൊമേഴ്സിൻ്റെയും ഹ്യൂമാനിറ്റീസിൻ്റെയും ഒന്നാമത്തെ ചാപ്റ്റർ ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടർ തന്നെയാണ്. അതിൽ കൊമേഴ്സിന് കുറച്ചുകൂടി വിശദീകരിച്ച് നമ്പർ സിസ്റ്റം ഉണ്ട്. പക്ഷേ ഹ്യൂമാനിറ്റീസിന് നമ്പർ സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. ആദ്യ ചാപ്റ്ററായ ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടറിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് കമ്പ്യൂട്ടർ നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോഴത്തെ ഒരു എസെൻഷ്യൽ പാർട്ടാണ് കമ്പ്യൂട്ടർ നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ എഡ്യൂക്കേഷൻ ഇപ്പോഴത്തെ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് വ്യാപകമായി നമ്മൾ ഇത് യൂസ് ചെയ്യുന്നു. ബിസിനസ്സിന്, എൻ്റർടൈൻമെൻറ്റിന്, കമ്മ്യൂണിക്കേഷന് എല്ലാം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇന്ന് കമ്പ്യൂട്ടർ ഒരു ഭാഗമാണ് അല്ലേ. എല്ലാ സ്റ്റുഡൻസിനും ഇപ്പോൾ ഇത് ഈ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നമ്മൾ എടുക്കുന്നത് മൊബൈലിലൂടെ ആയാലും കമ്പ്യൂട്ടറിലൂടെ ആയാലും അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സുകളാക്കി കൊടുക്കുന്നു അല്ലേ. അപ്പോൾ കമ്പ്യൂട്ടറിന് തന്നെ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസുകൾ ഉണ്ട് അല്ലേ. നമ്മൾ ലേണിംഗ് ആക്ടിവിറ്റീസ് ആണ് ഒരു പ്രൈമറി ഫങ്ഷൻസ് ഓഫ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് അല്ലേ. ഇനി നമ്മൾ എന്തൊക്കെയാണ് കമ്പ്യൂട്ടറിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡാറ്റ കാര്യങ്ങൾ എടുക്കുന്നതും അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്, കമ്പ്യൂട്ടർ എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ എന്താണ്, ഡാറ്റ പ്രോസസ്സിംഗ് എന്താണ്, ഡാറ്റയും ഇൻഫർമേഷനും എന്താണ്, ഇതൊക്കെയാണ് നമ്മളിതിൽ വിവരിച്ചു തരുന്നത് അല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ ആദ്യം ഇതിൽ വിവരിക്കാൻ പോകുന്നത്? ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ ആണ്. എന്താണ് ഡാറ്റ? ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പേര് ഒരു ഡാറ്റയാണ് അല്ലേ. നമ്മുടെ മാർക്ക് ഒരു ഡാറ്റയാണ്. അതേമാതിരി തന്നെ നമ്മൾ ഓരോ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷനും നമ്മൾ SSLC ബുക്കിലുള്ള ഓരോന്നും അല്ലെ, പാരന്റിന്റെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതൊക്കെ എന്താണ്? ഓരോരോ ഡാറ്റയാണ്. മനസ്സിലായി? അപ്പോൾ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അർത്ഥം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലെ. ഇനി നമ്മളൊരു ഡെഫിനിഷൻ രൂപത്തിൽ ഇത് പറയുകയാണ് എന്താണ് ഡാറ്റ എന്നത്. അപ്പോൾ Data denotes raw facts and figures such as numbers, words, amount, quantity, etc. മനസ്സിലായോ? That can be processed or manipulated. അപ്പോൾ data denotes raw facts and figures such as numbers, words, amount, quantity. ഇത്രയും അടങ്ങിയതാണ്. അപ്പോൾ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നേരത്തെ, നമ്മുടെ ഒരു നെയിം അല്ലെ, വേർഡ്സ്, അതൊരു ഡാറ്റയാണ്. എമൗണ്ട്, എന്തെങ്കിലും ഒരു പൈസ എത്രയാണ്, അല്ലെങ്കിൽ എമൗണ്ട് നമ്മൾ എത്രയാണ് എമൗണ്ട്, റുപ്പീസ്, എത്ര ഒരു സാധനത്തിന് തന്നെയാണ് വില, അതൊരു ഡാറ്റയാണ് അല്ലെ. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അളവ് അല്ലെ, അളവ് ഒരു ഡാറ്റയാണ്. അങ്ങനെ ആ ഡാറ്റകൾ എന്നൊക്കെ പറഞ്ഞാൽ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, അതിനെ റോ രൂപത്തിൽ, റോ നിരയായോ വരിയായോ നമ്മൾ നമ്പറായിട്ടോ ഫിഗേഴ്സ് ആയിട്ടോ ഒക്കെ നമുക്ക് പിന്നെന്താണ് എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ ഡാറ്റ ഡിനോട്ട്സ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് സച്ച് ആസ് നമ്പേഴ്സ്, വേർഡ്സ്, എമൗണ്ട്, ക്വാണ്ടിറ്റി, etc. That can be processed or manipulated. That can be, അതെന്ത് ചെയ്യാൻ പറ്റും? പ്രോസസ് ഓർ മാനിപ്പുലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് വരുത്താൻ നമുക്ക് സാധിക്കും. അപ്പൊ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെയിം ഒരു ഡാറ്റയാണ്, നമ്മുടെ റോൾ നമ്പർ ഒരു ഡാറ്റയാണ്, നമ്മുടെ മാർക്ക് ഒരു ഡാറ്റയാണ്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒരു ഡാറ്റയാണ് അല്ലെ. ഇതൊക്കെ വേർഡ്സിലുണ്ട്, നമ്പേഴ്സിലുണ്ട്, എമൗണ്ടിലുണ്ട് അല്ലെ. അതിനെ നമുക്ക് എന്ത് പറ്റാം? മാറ്റങ്ങൾ വരുത്താം അല്ലെ. നമുക്ക് വർക്ക് ചെയ്താൽ മാറ്റങ്ങൾ വരുത്താം. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിനെ വരിയായോ നിരയായോ എഴുതിയിട്ടുണ്ടാവില്ലേ. അപ്പോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാറ്റ എന്ന് പറയുന്നത്. അപ്പൊ ഡാറ്റ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ?
അപ്പൊ ഡാറ്റയുടെ ഡെഫിനിഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഡെഫിനിഷൻ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. മനസ്സിലായോ? അപ്പൊ ഡാറ്റ ഇതിലെ ഒന്നാമത്തെ പോയിന്റ്, ഇതിൽ എക്സാമിൽ ചോദിക്കുന്ന ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതെന്താണ് ഡാറ്റ എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് ഇതിൽ പറയുന്നത്. ഇനി രണ്ടാമത് ഇതിൽ പറയുന്ന കാര്യങ്ങള് എന്താണ് ഇൻഫർമേഷൻ എന്നുള്ളതാണ്. ഇൻഫർമേഷൻ എന്നാണ് ഇറ്റ് ഈസ് എ മീനിങ്ഫുൾ ആൻഡ് പ്രോസസ്ഡ് ഫോം ഓഫ് ഡാറ്റ. ഇറ്റ് ഈസ് എ മീനിങ്ഫുൾ ആൻഡ് പ്രോസസ്ഡ് ഫോം ഓഫ് ഡാറ്റ. അത് ഈ ഡാറ്റ എല്ലാം കൂടി കലർന്നാൽ ഇൻഫർമേഷനായി മാറുമോ? ഇല്ല. അർത്ഥവത്തായ അറേഞ്ച്ഡ് ഫോമുള്ള ഡാറ്റയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫർമേഷൻ എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? അപ്പോ അറേഞ്ച്ഡ് ഫോം ഓഫ് ഡാറ്റ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫർമേഷൻ. ഇറ്റ് ഈസ് എ മീനിങ്ഫുൾ ആൻഡ് പ്രോസസ്ഡ് ഫോം ഓഫ്, അർത്ഥവത്തായ ഡാറ്റകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറേഞ്ച് ചെയ്ത ഡാറ്റകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതിന് വലിയൊരു ഉദാഹരണമാണ് എന്താണ്? നമ്മുടെ SSLC ബുക്ക്. SSLC ബുക്ക് എന്താണ്? ഒരു ഇൻഫർമേഷൻ ആണ്. എങ്ങനെയാണ് ഇൻഫർമേഷൻ ആവുന്നത്? കണ്ടല്ലേ, നെയിം ഓഫ് കാൻഡിഡേറ്റ് ഒരു ഡാറ്റയാണ് അല്ലെ. അതേമാതിരി അഡ്മിഷൻ നമ്പർ ഒരു ഡാറ്റയാണ്. അതേമാതിരി റിലീജിയൻ, കാസ്റ്റ്, ഇതൊക്കെ എന്താണ്? ഡാറ്റ. ഇതിനെ മീനിങ്ഫുൾ ആൻഡ് അറേഞ്ച്ഡ് ഫോം ഓഫ് ഡാറ്റയിൽ എഴുതിയിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫർമേഷൻ. അതായത് അർത്ഥവത്തായ രൂപത്തിൽ അറേഞ്ച് ചെയ്ത ഡാറ്റയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫർമേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഡാറ്റ, എന്താണ് ഇൻഫർമേഷൻ എന്നുള്ളത് അല്ലെ. ഡാറ്റ, ഇറ്റ് മീൻസ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് സച്ച് ആസ് നമ്പേഴ്സ്, ക്വാണ്ടിറ്റി, എക്സെട്ര അല്ലെ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാറ്റ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇൻഫർമേഷൻ? മീനിങ്ഫുൾ ആൻഡ് അറേഞ്ച്ഡ് ഫോം ഓഫ് ഡാറ്റ അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ആ ഡാറ്റയും ഇൻഫർമേഷനും മനസ്സിലായോ? ഡാറ്റയ്ക്ക് ഉദാഹരണമാണ് എന്ത്? നിങ്ങളുടെ ജനന തീയതി ഒരു ഡാറ്റയാണ്, നിങ്ങളുടെ നെയിം ഒരു ഡാറ്റയാണ്, നിങ്ങളുടെ അഡ്മിഷൻ നമ്പർ ഒരു ഡാറ്റയാണ്. അതിനെ മീനിങ്ഫുൾ ആൻഡ് അറേഞ്ച്ഡ് ഫോമിൽ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫർമേഷൻ. അപ്പൊ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് എന്താണ്? ഒരു ഇൻഫർമേഷൻ ആണ്. മനസ്സിലായോ? അപ്പോ ഡാറ്റ എന്താണ് എന്നുള്ളതും ഇൻഫർമേഷൻ എന്താ എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി എന്താണ് ഡാറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള വ്യത്യാസം? എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡാറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള വ്യത്യാസം. ഡാറ്റ എന്ന് പറഞ്ഞാൽ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. വെറുതെ നമ്മൾ റോയിലൂടെ ഒരു അർത്ഥവത്തല്ലാത്ത രൂപത്തിൽ നമ്മൾ നമ്പേഴ്സോ അല്ലെങ്കിൽ പേരോ എന്തെങ്കിലും എഴുതിയിരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാറ്റ. പക്ഷേ പ്രോസസ്ഡ് ഡാറ്റ, ഡാറ്റ നമ്മൾ വർക്ക് ചെയ്യുന്ന രൂപത്തിലാക്കാൻ പ്രോസസ്ഡ് ഫോം ഓഫ് ഡാറ്റ, അതാണ് ഇൻഫർമേഷൻ അല്ലെ. സിമിലർ ടു റോ മെറ്റീരിയൽ. റോ മെറ്റീരിയലിന് അങ്ങനെ കുറെ വരി നിരയൊക്കെ ആയിട്ട് എഴുതിണ്ടാവും, അർത്ഥവത്തായിട്ടുണ്ടാവില്ല. അതിനെയാണ് ഡാറ്റ. സിമിലർ ടു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് അല്ലെ. SSLC ബുക്ക് നമ്മുടെ എല്ലാന്റെയും ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണ്. അതിൽ മാർക്കും കാര്യങ്ങളും എല്ലാം എഴുതിണ്ടാവും അല്ലെ. ഇനി ഡാറ്റ കനോട്ട് ബി ഡയറക്ട്ലി യൂസ്ഡ്. നമുക്ക് കുറെ ഡാറ്റ, നമ്മളെ പേരും ഡേറ്റ് ഓഫ് ബർത്തും മാർക്കും അവിടെയും ഇവിടെ ഒന്നും അല്ലാത്ത ഒരു ഫോമിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഡാറ്റ ആവുമോ? ഇല്ല. അപ്പൊ എന്താ? കനോട്ട് ബി ഡയറക്ട്ലി യൂസ്ഡ്. ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ ഏതിന് പറ്റില്ല? ഏതിന് പറ്റില്ല? ഡാറ്റയ്ക്ക് പറ്റില്ല. പക്ഷെ എന്തിനു പറ്റും? ഇൻഫർമേഷൻ പറ്റും. ആഡ്സ് ടു നോളജ് ആൻഡ് ഹെൽപ്സ് ടേക്കിംഗ് ഡിസിഷൻ അല്ലെ. കൂടുതൽ ഇൻഫർമേഷൻസ്, അറിവുകൾ ആഡ് ചെയ്തിട്ട് ഡിസിഷൻ, തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് പറ്റും. ഇതൊരു പ്രത്യേക പോയിന്റ് ആണ്, ശ്രദ്ധിക്കുക. ആഡ്സ് ടു നോളജ് ആൻഡ് ഹെൽപ്സ് ടേക്കിംഗ് ഡിസിഷൻ അല്ലെ. അപ്പൊ ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് ഡാറ്റ? ഡസ് നോട്ട് ഗിവ് പ്രിസൈസ് ആൻഡ് ക്ലിയർ സെൻസ് അല്ലെ. ഒരു ക്ലിയർ ഫോർമാറ്റിലൊന്നും ആയിരിക്കില്ല ഡാറ്റ അല്ലെ. നെയിം ഉണ്ടാവും, അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും അല്ലെ. അത് അതിനെ മീനിങ്ഫുൾ ആൻഡ് അറേഞ്ച്ഡ് ഫോമിൽ എത്തുമ്പോഴാണ് എന്ത് പറയുന്നത്? ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ക്ലിയർ ആൻഡ് മീനിങ്ഫുൾ. മനസ്സിലായോ? അപ്പോ ഇത്രയുമാണ് ഡാറ്റയും ഇൻഫർമേഷനും എന്താന്നുള്ളതും അതിന്റെ വ്യത്യാസവും
പറയുന്നത്. മനസ്സിലായി? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു പോയിന്റിൽ ഞാൻ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡാറ്റ പ്രോസസ്സിംഗ് ചർച്ച ചെയ്യാം.